ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത് അധ്യായത്തിലേക്ക് വരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 38-39 വാക്യങ്ങളിൽ കാണുന്നു. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോൻ്റെ വീട്ടിൽ ചെന്നു. ശീമാൻ്റെ അമ്മായിമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. രണ്ടാമത് ഇവിടെ കാണുന്ന ഒരു വീട് ശീമോന്റെ വീടാണ്. ശീമോന്റെ വീട്ടിലേക്ക് യേശു വന്നു. ശീമോന്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ വീട് താളം തെറ്റിക്കാണും. എന്താ കാര്യം ചോദിച്ചാൽ, നമുക്ക് സഹോദരന്മാർക്ക് വീട്ടിലേക്ക് ഒരാളെ ധൈര്യത്തോടെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരണമെങ്കിൽ, ഒരു ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ വീട്ടിൽ ആര് വേണം? അമ്മ വേണം, വേണ്ടേ? അമ്മ വേണം. ഈ അമ്മ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പിള്ളേരെ സമയത്ത് സ്കൂളിൽ വിടാൻ, എല്ലാ കാര്യത്തിനും അമ്മ ഒരു സാന്നിധ്യമാണ്. അമ്മ കിടന്നു പോയാൽ ആ വീടിൻ്റെ താളം തെറ്റും. ഇവിടെ അമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. അവർ അവൾക്ക് വേണ്ടി അവനോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്ക് അവിടെ ഉണ്ട്. 39-ാമത്തെ വാക്ക്. അവൻ അവളെ എന്ത് ചെയ്തു? കുനിഞ്ഞു നോക്കി. എല്ലാവരും ആ വാക്കൊന്ന് ചേർന്ന് പറഞ്ഞേ. അവൻ അവളെ എന്ത് ചെയ്തു? കുനിഞ്ഞു നോക്കി. നമ്മളൊരു രോഗിയായ വീട്ടിൽ കയറി ചെന്നാൽ കുനിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോരത്തേ ഉള്ളൂ. കുനിഞ്ഞു നോക്കുന്നത് ആരുടെ ശരീരഭാഷയാ? കുനിഞ്ഞു നോക്കിയെങ്കിൽ അത് ആരുടെ ഒരു ശരീരഭാഷയാണ്? ഡോക്ടർ രോഗിയെ റൗണ്ട്സിന് ചെന്നു. ഡോക്ടർ എങ്ങനെ നോക്കും? സ്റ്റെത്ത് ചെവി വെച്ചിട്ട് എങ്ങനെ നോക്കും? കുനിഞ്ഞു നോക്കും. അത് ആരുടെ ശരീരഭാഷ? ഡോക്ടറുടെ ശരീരഭാഷ. വൈദ്യനായ ലൂക്കോസ് എഴുതിയപ്പം പറയുന്നു, യേശു കുനിഞ്ഞു നോക്കി. എന്താ കാര്യം? കുനിഞ്ഞു നോക്കിയത് അവളുടെ രോഗം എന്താണെന്ന് പരിശോധിക്കാനായിരിക്കാം. ഇന്ന് രാത്രി പറയട്ടെ, ഗിലെയാദിലൊരു വൈദ്യനുണ്ട്, രോഗമറിയുന്നൊരു വൈദ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. ഇന്ന് രാത്രി നമ്മുടെ രോഗം എന്താണെന്ന് അറിയാൻ കുനിഞ്ഞു നോക്കി കണ്ടുപിടിക്കുന്ന ഒരുവൻ നമ്മുടെ വീട്ടിലുണ്ട്. അവരുടെ പേര് നാസറേത്തിലെ യേശു. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കുനിഞ്ഞ് നോക്കി എന്ന് കാണുകയാണ്. കുനിഞ്ഞു നോക്കി രോഗം കണ്ടുപിടിച്ചു. എൻ്റെ യേശു വന്നാൽ ഒരു കാര്യമുണ്ട്, രോഗം കണ്ടുപിടിക്കുന്നത് കർത്താവാണ്. കണ്ടുപിടിക്കുക മാത്രമല്ല, അവൻ അവളുടെ ജ്വരത്തെ എന്ത് ചെയ്തു? ശാസിച്ചു. മൂന്നാമത്തെ കാര്യം, അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അവൻ എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു. പ്രത്യേകമായിട്ട് ദൈവമക്കൾ ഓർക്കണേ, കർത്താവിനെ ശുശ്രൂഷിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യമില്ലെങ്കിൽ എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. സൗണ്ട് വേണ്ടേ പാസ്റ്റർക്ക്? ഞാൻ ചോദിച്ചോട്ടെ, ആരോഗ്യമില്ലാത്ത പാസ്റ്ററെ എത്ര നാൾ സഹിക്കും? തളർന്നു പോയി പാസ്റ്റർ 5-6 മാസമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തു. അടുത്ത ട്രാൻസ്ഫറിന് മുമ്പ് കമ്മിറ്റി കൊടുക്കും, ഞങ്ങൾക്ക് ആരെ വേണം? പുതിയ പാസ്റ്ററെ വേണം. പുതിയ പാസ്റ്റർ പാസ്റ്റേജിലോട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഈ പാസ്റ്റർ ഇവിടുന്ന് മാറണം, പാസ്റ്റേജിൽ നിന്ന് മാറണം. വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും മാറിയേ ഒക്കത്തുള്ളൂ. ആരോഗ്യം പോയാൽ മനുഷ്യർക്ക് വേണമോ, എത്ര സ്നേഹം ഉണ്ടെങ്കിലും വേണമെന്നില്ല. ഇവിടുന്ന് നമ്മുടെ സഹോദരിമാരൊക്കെ വിദേശത്തേക്ക് പോയിട്ട് അമ്മമാരെയെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. പാപം അമ്മച്ചി സഭായോഗത്തിന് തന്നെ സാക്ഷ്യം പറയും, കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറി, എൻ്റെ മക്കളുടെ നന്മ കാണും, വിദേശത്ത് പോകും, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ പോകും, അടുത്ത ആഴ്ച പോകുക. എൻ്റെ പൊന്നമ്മച്ചി സ്നേഹക്കുള്ളിൽ കൊണ്ടുപോകല്ല, ബേബി സിറ്റിങ്ങിന് കൊണ്ടുപോവുക. എന്നോടൊരമ്മച്ചി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ബേബി സിറ്റിംഗ് ആയിരുന്നെങ്കിൽ സഹിക്കായിരുന്നു, പട്ടി സിറ്റിങ്ങിനാണ് എന്നെ കൊണ്ടുപോയത്. ബേബിയെ നോക്കാനല്ല, പട്ടിയെ നോക്കാനാണെന്ന്. ആരോഗ്യം ഇല്ലെങ്കിൽ കൊണ്ടുപോകുമോ? അമ്മച്ചിക്ക് വല്ലതും പറ്റിപ്പോയാൽ ബോഡി എങ്ങനെ എത്തിക്കും?
അവിടെ ഇൻഷുറൻസ് ഇല്ല, വലിയ പാടാ, ആരോഗ്യമുള്ളവരെ മതി. എന്നാൽ കിടന്നവളെ കുനിഞ്ഞു നോക്കി രോഗത്തെ കണ്ടെത്തി അതിനെ ശാസിച്ച് എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം അവിടുന്ന് വന്നാൽ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു കിട്ടും. ഇന്ന് രാത്രി നമ്മുടെ വചനം മറക്കരുത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. തീമാണ്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. അജാനബാഹുവായ ആരോഗ്യ ദൃഢകത്തനായിരുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തായ പിതാവ്, വളരെ സ്നേഹിതനാണ്, നല്ലൊരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് കുറേ നാളായി ശക്തി പോയി, നടക്കാൻ പാട്, സ്റ്റെപ്പ് കയറാൻ. ഞാനത് മരുന്നൊന്നുമില്ല, രോഗത്തിന് കാര്യമായ മരുന്നുകളില്ല. ഞാനദ്ദേഹത്തോട് പറഞ്ഞു, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരവും 10 ഗുളിക ഈ പറയുക. യെശയ്യാവ് 40 വാക്യമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ നടക്കും. കഴിഞ്ഞ 4-5 വർഷമായി ഈ ഗുളിക മാത്രം കഴിച്ച് ആ മനുഷ്യൻ ഇന്നും നടപ്പുണ്ട്. എങ്ങനെയുണ്ട്? ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. ഇത് മാത്രം ഗുളിക. ഇന്ന് രാത്രി ദൈവിക ആരോഗ്യം. എന്തിന്? അവന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ. സ്തോത്രം, 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 സ്തോത്രം. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. എന്തിന്? കുനിഞ്ഞു നോക്കാൻ, നിന്റെ രോഗത്തെ, നമ്മുടെ രോഗത്തെ കണ്ടെത്താൻ, അതിനെ ശാസിക്കാൻ, എന്നിട്ട് എഴുന്നേൽപ്പിച്ച് അവൾ എഴുന്നേറ്റ് അവന് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവിക ആരോഗ്യം യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ വചനം ഉറക്കെ പറഞ്ഞേ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. സ്തോത്രം. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. ഈ രാത്രിയിൽ ഒരു ദൈവിക ആരോഗ്യത്തിന്റെ പുതുക്കം. സ്തോത്രം, സ്തോത്രം. ഈ കരിസ്മ കൺവെൻഷനിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും ഒരു ആരോഗ്യത്തിന്റെ പുതുക്കം, ശക്തിയെ പുതുക്കും. വിശ്വസിച്ച് വചനം പറഞ്ഞേ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും, ക്ഷീണിച്ചു പോകാതെ നടക്കും. സ്തോത്രം, 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 സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എൻ്റെ മനസ്സിൽ ശക്തമായ നിയോഗം തരുന്നു. അസ്ഥികടമേൽ ദൈവിക ആരോഗ്യത്തെ കർത്താവ് അയക്കും. അസ്ഥികടമേൽ ദൈവത്തിൻ്റെ ആരോഗ്യത്തെ അയക്കും. യേശുവിൻ്റെ നാമത്തില് കഠിന ജ്വരങ്ങൾ, കഠിന രോഗങ്ങളെ മാറ്റുന്ന ദൈവിക ആരോഗ്യം, ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം തരും. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിളരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. സ്വന്തം പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ഇന്നും കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഇന്നും കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്നും യേശു വന്നാൽ രോഗസൗഖ്യമുണ്ടാകും, യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. അവർ മരണവാതിലിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ വിടുവിച്ചു. അവരെ കുഴികളിൽ നിന്ന് കരേറ്റി. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയോ മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അടുത്ത വാദം എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നിന്റെ സകല രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കോണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. അവൻ കുനിഞ്ഞു നോക്കി കഠിന ജ്വരത്തെ ശാസിച്ചു. അവൾ എഴുന്നേറ്റ് അവന് ശുശ്രൂഷ ചെയ്തു. അവൾ എഴുന്നേറ്റ് അവൻ എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു. കർത്താവ് നമ്മുടെ രോഗത്തെ സുഖപ്പെടുത്തും. കർത്താവിന് വേണ്ടി ഓടാൻ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ഈ രാത്രി ദൈവത്തോട് ആരോഗ്യം ചോദിക്കണം.
യേശുവേ, എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആരോഗ്യം തരണം, എനിക്ക് ആരോഗ്യം തരണം, എനിക്ക് ആരോഗ്യം തരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ച്, കരമുയർത്തിപ്പിടിച്ച് തങ്ങളുടെ വ്യക്തിപരമായ ശാരീരിക പ്രയാസങ്ങളെ ദൈവത്തോട് സമർപ്പിക്കാം. ഒപ്പം തന്നെ നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യ മേഖലകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, അവർ അവൾക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അത്ഭുതം ചെയ്തെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അകലെ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ള ദൈവമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. നോക്കൂ, യേശു ആ വീട്ടിൽ വരികയാണ്. ഇനി നാം മുമ്പോട്ട് പോകുകയാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത് അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം, അതിൻ്റെ 54 മുതലുള്ള വാക്യങ്ങൾ, അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ കാണുന്നു 41. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരേണമെന്ന് അവനോട് അപേക്ഷിച്ചു. നോക്കൂ, ആ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കുകയാണ്. ആരാണ് യേശുവിനെ ക്ഷണിക്കാൻ ഇവിടെ വന്നത്? യായിറോസ്. യായിറോസിന്റെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു? പള്ളിപ്രമാണിയായിരുന്നു. ഈ പള്ളിപ്രമാണി ചെയ്തൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ പരസ്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. ആരുണ്ടെന്ന് ഓർത്തില്ല, ആരാ അവിടെ നിൽക്കും തോന്നിയില്ല. എന്തോ വീണു? കാൽക്കൽ വീണു. ചിലപ്പോഴെല്ലാം കാൽക്കൽ വീഴാൻ നമുക്ക് മടിയാണ്. പക്ഷേ ഈ അപ്പൻ മകൾക്ക് വേണ്ടി എന്ത് ചെയ്തു? കാൽക്കൽ വീണു. അവന് ഏകദേശം 12 വയസ്സ് പ്രായമുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. ഇതിനെ വളരെ ധ്യാനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകത്തിലെ ചില ഭാഷകൾ, ചില കാര്യങ്ങൾക്ക് സന്ദേശങ്ങളുണ്ട്. ഇവിടെ ഒരു കുഞ്ഞിൻ്റെ പ്രായം എഴുതിയിരിക്കുന്നു. എത്ര വയസ്സ് പ്രായം? 12 വയസ്സ്. 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. ഇനി മറ്റൊരു പ്രായം നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രായം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37, ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസെഫിന് 17 വയസ്സായപ്പോൾ. യോസെഫിന് എത്ര വയസ്സ്? 17 വയസ്സ്. എന്തിനാണ് ഈ പ്രായം എഴുതിയിരിക്കുക? പ്രായം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ കാര്യത്തിൽ 12 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, യോസെഫിൻ്റെ പ്രായം എത്ര? 17 വയസ്സ്. യോസെഫിന് 17 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ അപ്പൻ അവനെ, യാക്കോബ് 17 വയസ്സ് വരെ അപ്പൻ്റെ കൂടായിരുന്നു. അവനെ വിട്ടു, നീ ശേഖേമിൽ പോകണം, ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ചേട്ടന്മാരുടെ ജോലി എന്താ? ആടിനെ മേയിക്കുക. ജോസഫിൻ്റെ പ്രായം എത്ര? 17 വയസ്സ്. അന്ന് 17 വയസ്സ് കഴിഞ്ഞപ്പോഴുള്ള പ്രൊഫഷണൽ കോഴ്സായിരുന്നു ഫാമിംഗ് പഠിക്കുക എന്നുള്ളത്. ആടിനെ വളർത്തുക. വെറ്ററിനറി ഡോക്ടറാ. അന്ന് എല്ലാവർക്കും 2 പ്രൊഫഷനേ ഉള്ളൂ. ഒന്ന് കന്നുകാലി, അഗ്രികൾച്ചർ, മറ്റൊന്ന് വെറ്റിനറി. ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. 2 പ്രൊഫഷനാണ് കർത്താവ് കൊടുത്തിരിക്കുക. ഒന്ന് കന്നുകാലി വളർത്തലും മറ്റൊന്ന് ആടിനെ വളർത്തലും. തെളിവ്, ആബേൽ ആരായിരുന്നു? ആട്ടിടയൻ. കായീൻ ആരായിരുന്നു? കൃഷിക്കാരൻ. 2 തൊഴിലുകളാണ് വേദപുസ്തകത്തിലെ തൊഴിലുകൾ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച തൊഴിലുകളാണ്, അല്ലേ? അതാണ് ബേസിക്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് കൊച്ചിലെ സ്കൂളിലൊക്കെ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ ഒന്നീ പറയും ജയ് ഭാരത് മാത, അല്ലെങ്കിൽ എന്തോ പറയുമായിരുന്നു, ജയ് ജവാൻ ജയ് കിസാൻ. പറഞ്ഞവർ ഓർമ്മയുണ്ടോ? പഠിച്ചത് ജയ് ജവാൻ ജയ് കിസാൻ. ജവാനും കിസാനും ജയ്. കിസാൻ ആരാ? കർഷകൻ. ജയ് ജവാൻ ജയ് കിസാൻ, അല്ലേ? അപ്പോൾ കർഷകരാണ് ഭൂമിയുടെ നിലനിൽപ്പ്. കൃഷിയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കയ്യും കൂപ്പി പറയുക, പിള്ളേർ പുറത്ത് പോയിട്ട് ഇവിടുത്തെ കൃഷിയെല്ലാം സ്ഥലമെല്ലാം വിറ്റ് കളഞ്ഞേക്കരുത്. ചുമ്മാ ഇപ്പം പിടിവലയ്ക്ക് വിൽക്കുക. ആരുണ്ടെന്ന് അവിടെ കിടക്കട്ടെ, ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. ആർക്കെങ്കിലും പോച്ച വളർത്താൻ കൊടുത്താൽ മതി. വസ്തു വിറ്റാൽ പിന്നെ അവസാനം കഴിക്കാൻ കൊതിക്കും 2 ചേന വെക്കാൻ. അതുകൊണ്ടുള്ള വസ്തു വിറ്റ് കളയരുത്.
ഉള്ള വസ്തു വിറ്റ് കളയരുത്, പ്ലീസ് കളയരുത്. അവിടെ കിടക്കട്ടെ, 2 ചേന വെക്കാം, 2 വാഴ വെക്കാം, എന്നെങ്കിലും ഒരിക്കലും ഒരു കൊല വെട്ടാം. അപ്പോൾ അതുകൊണ്ട് ജോസഫിനെ വിട്ടു. പ്രായം എത്ര? 17. ശേഖേമിൽ പോയി ചേട്ടന്മാരെടുക്കൽ. നമ്മുടെയും പ്രശ്നം അതാണ്. എത്ര വയസ്സാകുമ്പോൾ +2 കഴിയും? പറമോളെ 17. അത് കഴിയുമ്പോൾ എങ്ങോട്ട് പോയി? പോയി. എവിടോട്ടാണ് ഇവൻ പോയത്? ശേഖേമിൽ. ശേഖേമിൽ ചെന്നപ്പം ചേട്ടന്മാരെ കണ്ടില്ല. ഈ ശേഖേമിൽ പോകാൻ ഒരു കാര്യം കാണണം. ഇവൻ അവിടെ എഴുതിയിരിക്കുക, ശേഖേമിൽ എന്ത് ചെയ്തു? ചുറ്റിക്കറങ്ങി. ഈ ശേഖേമിനൊരു സ്ഥല പ്രശ്നമുണ്ട്. 35-ാം അധ്യായത്തിൽ ഇവരുടെ ഒറ്റ പെങ്ങളെ ഉള്ളായിരുന്നു. പെങ്ങളുടെ പേരെന്താ? ദീന. ദീനായിക്ക് ഒരു ദീനം പിടിച്ചു. അവൾ പറഞ്ഞു, ഐ ആം എ ഫെമിനിസ്റ്റ്. ചേട്ടന്മാർക്ക് ഒറ്റയ്ക്ക് കറങ്ങാമെങ്കിൽ എനിക്കും എങ്ങനെ പോകണം? കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചായൻ പറഞ്ഞു, ആങ്ങളമാരെ ആരെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ആങ്ങളന്മാരുടെ പെങ്ങളാണ് ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് പോയപ്പോൾ ശേഖേമിലെ ഒരുത്തൻ പിടിച്ച് അവളെ വഷളാക്കി. അപ്പോൾ അവിടെ 2 സഹോദരന്മാർ ലേവി യഹൂദയും വന്ന് ഒരു കള്ളത്തരം ഒപ്പിച്ച് ആരെ കൊന്നു? ശേഖേമിലെ ആൺപിള്ളാരെ എല്ലാം കൊന്നു. പിന്നെ അവിടെ ആരേ ഉള്ളൂ? പെൺപിള്ളാരേ ഉള്ളൂ. അവിടാണ് ആര് കറങ്ങുന്നത്? ജോസഫ്. പ്രായം 17. എവിടെ കറങ്ങുന്നു? ശേഖേമിൽ. ജോലി വൈനോട്ടം. കറങ്ങുകയാണ്. പ്രായം എൻ്റെ വാക്കല്ല, വേദപുസ്തകത്തിലെ വാക്കാ. അങ്ങനെ 17 ജോസഫ് കറങ്ങി. 12 ആര് മരിച്ചു? യായിറോസിൻ്റെ മകള് മരിപ്പറായ ദീനം വന്നു. 12 വയസ്സ്. 12 വയസ്സെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണ്. 12 കഴിയുമ്പോഴാണ് കൗമാരം തുടങ്ങുക, ടീനേജ്. വാട്ട് യു മെൻ ബൈ ടീനേജ്? വാട്ട് യു മെൻ ബൈ ടീനേജ്? എന്താ പറയുക? ടീനേജ് ടീനിൽ അവസാനിക്കുന്നതാണ്. 13, 14, 15, 16, 17 അപകടമാണ്. അതാ ജോസഫ്. 18, 19 രക്ഷപ്പെട്ടു. ഇതിനകത്ത് 13 വയസ്സ് ആകാൻ പോകുമ്പോൾ കൊച്ചു മരിച്ചു. ചുരുക്കത്തിൽ ഈ 13 കഴിയുമ്പോൾ ഒരു മരണമുണ്ടാകും. 12, 13 ഒരു മരണമുണ്ടാകും. ഇന്നലെ വരെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നിനക്കെന്താ പറ്റി? കുളിക്കാൻ കയറിയ കൊച്ച് ഒരു ടാങ്ക് വെള്ളം തീർത്താലും ഇറങ്ങി വരത്തില്ല. നീ അവിടെ എന്തോടുക്കുവാടി? ചായൻ ബഹളം, അമ്മ ബഹളം, ഇടിയോടിടി. അവൾ ഇറങ്ങത്തില്ല. പ്രായം എത്ര? 12. ആദിവ്യാധി. ആ സമയത്താണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകും. എന്താ ജനറേഷൻ ഗ്യാപ്പ്? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വലിയ ബഹളമൊന്നും വെക്കണ്ട. കൊച്ചു പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ കിടക്കാൻ പോവുക. അപ്പോൾ അമ്മ എന്താ പറഞ്ഞു? ഇവിടെ ഒരുത്തിയും കിടക്കാൻ വേറെങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവളെന്തോ പറഞ്ഞു? പിന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു എന്ത് ചെയ്യും? പോകുമെന്ന് പറഞ്ഞു. ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇല്ല ആൻഡ് പിന്നെ. ഇല്ല ആൻഡ് പിന്നെ. ആൻഡ് ദാറ്റ് ഗ്യാപ്പ് ഈസ് നോൺ ആസ് ജനറേഷൻ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് എക്കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ആയി? അങ്ങ് കൂടി. കൊച്ചു ഫോണിൽ ഇരിക്കുന്നു. ഇവളെന്തോ എടുക്കുക? എനിക്കും അറിയാൻ വയ്യാത്ത കാര്യമായി. ഇവളെന്തോ വർത്താനം പറയുന്നു. ഈ അടുത്തിടയ്ക്ക് ഒരു കൊച്ചിനോട് ഞാൻ പറഞ്ഞു, നീ കുറേ കൂടെ അപ്പനോട് വർത്താനം പറയണം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നോ സബ്ജക്റ്റ്. എത്ര നേരമാണ് അപ്പനോട് വർത്താനം പറയുക? നോ സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യം ഉണ്ടായിട്ട് 3 മണിക്ക് ഞാൻ ഇവൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ ഫോൺ ചെയ്തിട്ടെല്ലാം കിടുകിടാന്ന് എൻഗേജിലാണ്. എനിക്ക് അവസാനം ഞാൻ അവൻ്റെ ജനലിലേക്ക് തല്ലിയപ്പോൾ ഇവൻ തുറന്നു. അപ്പോൾ ഇവൻ്റെ ഫോൺ പഴുത്തിരിക്കുക. വയസ്സ് 16, 17. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ്റെ പെണ്ണിനെ വിളിക്കുക. 12 മണിക്ക് തുടങ്ങിയ വിളിക്കുക. ഇവന് സബ്ജക്റ്റ് ഇല്ല അപ്പനോട് മിണ്ടാൻ. ഇവൻ ഈ 12 മണി തൊട്ട് എന്താ സംസാരിച്ചേ? ഹമാസ് ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച്. 2024 നടക്കുന്ന ലോകസഭാ ഇലക്ഷനിൽ നടക്കാൻ പോകുന്ന
പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ചാ ഇവരെന്താ ഈ 3 മണിക്കൂർ വർത്തമാനം പറഞ്ഞ്? എൻ്റെ അത്ഭുതമാണ് എന്താ വർത്തമാനം പറഞ്ഞ്. അപ്പം അവർക്ക് സംസാരിക്കാൻ ഗ്യാപ്പില്ല, സബ്ജക്റ്റ് ഉണ്ട്. ആരോടില്ല? അപ്പനോടില്ല, അമ്മയോടില്ല, വീട്ടിൽ കൂടപ്പിറപ്പിനോട് വർത്തമാനം പറയാൻ ഇല്ല. അവരോട് വർത്തമാനം പറയാൻ സബ്ജക്റ്റ് ഉണ്ട്. ഗ്യാപ്പ് വൈഡൻ ചെയ്യുമ്പോൾ കുഞ്ഞു മരിച്ചു എന്ന് തോന്നി. പക്ഷേ എൻ്റെ യേശു വന്നപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു, ഇനിയും കാര്യമില്ല, പോയി പോയി പോയി. യേശു ഒരു വാക്ക് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല. പ്രിയരെ, ഇവിടെ എല്ലാവരും പറയുന്നു തലമുറകളെല്ലാം പോയേ. അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അത് സുവിശേഷമല്ല, സുവിശേഷമല്ല, അത് സുവിശേഷമല്ല. സുവിശേഷം പറയുന്ന ഒറ്റ കാര്യമുണ്ട്, ബാല മരിച്ചിട്ടില്ല. അതാണ് സുവിശേഷം. എന്താ അതിൻ്റെ അർത്ഥം? വീണ്ടെടുക്കാനാവാത്തതുപോലെ ഒറ്റ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല. സഭ വിശ്വസിക്കണം. പോയെന്ന് പറയാൻ നമുക്കില്ല. നമ്മൾ പറയുന്നത് ബാലം മരിച്ചിട്ടില്ല. യേശു വരും, കൈ വെക്കും, മരിച്ചതുപോലെ കിടക്കുന്നത് എഴുന്നേക്കും. അവളുടെ ആത്മാവ് അവളി മടങ്ങി വരും. തലീത്ത ഭൂമിന്ന് പറയും, കുഞ്ഞ് എഴുന്നേക്കും. എല്ലാവരും പ്രാർത്ഥിച്ച് അല്പസമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ബാല മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. ബാല മരിച്ചിട്ടില്ല സഹോദര, ബാല മരിച്ചിട്ടില്ല. ഒരു കുഞ്ഞും നിന്റെ നഷ്ടപ്പെട്ടിട്ടില്ല. സഭയെ ദൈവം ഏൽപ്പിച്ച ഒറ്റ കുഞ്ഞും പോത്തില്ല. പോയതുപോലെ നമുക്ക് തോന്നും, മരിച്ചെന്ന് നമുക്ക് തോന്നും, എന്നാൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടില്ല. യേശു വരും, അവന്റെ വായിൽ നിന്നൊരു വാക്ക് വരും, തലീത്ത കുമി ബാല എഴുന്നേൽക്കുക. സ്തോത്രം 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 സ്തോത്രം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച്. യേശു വരുന്നുണ്ട് വീട്ടിലേക്ക്. എന്തിനാ? കൗമാര ചാപല്യങ്ങളിൽ മരിച്ചുപോയ, പ്രാർത്ഥനയിൽ മരിച്ചുപോയ, ആത്മീയത്തിൽ മരിച്ചുപോയ നമ്മുടെ പൈതങ്ങളെ എഴുന്നേൽപ്പിക്കാൻ അവിടെ മേൽ ജീവൻ. ഈ അസ്ഥികൾ ജീവിക്കുമോ? ആർക്കറിയാം? പ്രവാചകനോട് പറഞ്ഞു, ഊതുക, പ്രവചിക്കുക, കാറ്റടിക്കും, അസ്ഥികൾ ജീവിക്കോ. അതൊരു സൈന്യമായി എഴുന്നേക്കും. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തോട് കണ്ടുകൊണ്ട് ഇന്ന് ഫോണിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന, രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന നമ്മുടെ മക്കൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചുകൊണ്ട് മുഴങ്കാലി ഇരുന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നത് നാം കാണുമെന്ന് വിശ്വസിക്കുന്നവർ സ്തുതിച്ചാരാധിച്ച്. ഇന്ന് രാവിലെ യോഗത്തിന് വിടാൻ ബഹളം വെച്ച് നാം അരച്ച് വിളിച്ചു കൊണ്ടിരുന്നവർ നാം വരുന്നതിന് മുമ്പ് യോഗത്തിന് വന്നിരിക്കുന്ന ദിവസം ഉണ്ടാകും. കൈയടിക്കാൻ പറയുമ്പോ വായി നോക്കി കണ്ണും കയ്യും കെട്ടി നിർവികാരനായി നിൽക്കുന്നത് കണ്ട് മനപ്രയാസപ്പെട്ടിരിക്കുന്ന മാതാവെ, തുള്ളിച്ചാടി ആരാധിക്കുന്നത് നിങ്ങൾ കാണും. മാതാവ് അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണും. എന്തിന്? എന്റെ യേശു വരും. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്ത്. യേശു വന്നു, ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചു. അവിടെ ഒരു കാര്യം കൂടെ എന്നെ അത്ഭുതപ്പെടുത്തു. യേശു ബാലന്റെ അപ്പനെ അമ്മയെ അല്ലാതെ ആരെയും അകത്ത് വരാൻ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. ഈ അകത്ത് വരുന്നവർ എന്തിനായിരിക്കാം വരുന്നേ? ഒറ്റ കാര്യത്തിനാ മക്കളെ, ആദ്യം ഫോട്ടോ എടുത്തിടാൻ. ചത്തെന്ന് നമ്മൾ കഴിപ്പിലും കണ്ടിട്ടില്ലേ? ചാത്തുന്ന് കേൾക്കുമ്പോഴേ എന്തോ എടുക്കും? ഫോട്ടോ എടുക്കും. നീലപ്പുതപ്പ് അതോ പച്ചപ്പുതപ്പ് പുതപ്പിച്ച് ആശുപത്രിയിൽ നിന്ന് സ്ട്രെച്ചറെ ഉന്തിക്കൊണ്ട് വരുന്ന ശവത്തെ നിന്ന് സെൽഫി എടുക്കുന്നത് ഞാൻ കണ്ടു. ശവത്തോടൊപ്പം നിന്ന് എന്തെടുക്കുക? സെൽഫി. എൻ്റെ പൊന്നെ, പിള്ളേർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഒരുക്കപ്പെടാത്തൊരു ബോഡിയിൽ മറ്റൊരാൾ കാണുന്ന ആർക്കും ഇഷ്ടമില്ല. എൻ്റെ യേശുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു നേർക്കാഴ്ചയല്ലാത്ത കാഴ്ച ലോകം കാണരുതെന്ന് നമ്മളെക്കാട്ടിലും നിർബന്ധമുള്ള ഒരാൾ യേശുവാണ്. സ്തോത്രം. നമുക്കാണ് ഇത് കാണാൻ ഇഷ്ടം. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ നഗ്നത, ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് ലോകം അറിയരുതെന്ന്, നാളെ ഇത് 12 ചത്തുപോയ രോഗമുള്ള കൊച്ചാണെന്ന് കല്യാണം ആലോചിക്കുമ്പോൾ നാട്ടുകാർ അറിയരുതെന്ന് നമ്മളെക്കാട്ടി നിർബന്ധമുള്ള ഒരാൾ
ഉണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാ. നമ്മുടെ രഹസ്യം പുറത്തറിയരുതെന്ന്, അപമാനിക്കപ്പെടരുതെന്നും, ഭാവിക്ക് കേടുവരരുതെന്നോ, ഭാവിക്ക് ഒരു ദുർവർത്തമാനം പരക്കരുതെന്നോ നിർബന്ധ ബുദ്ധിയുള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അവിടുത്തെ ആ സംസ്കാരം സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും കടംപെട്ടവരാണ്. അപ്പം 12-കാരൻ്റെ കാര്യയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി പറയട്ടെ, എൻ്റെ യേശു വന്നാൽ കുഞ്ഞെഴുന്നേറ്റ് വരും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഉപമകളുണ്ട്. ഒരാൾക്ക് എത്ര ആട്? 100 ആട്. എത്ര പോയി? 1 പോയി. ഞാൻ പലപ്പോഴും ഇത് പ്രസംഗിക്കുന്നൊരു കാര്യമാണ്. ഒരമ്മയ്ക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ. എന്നാൽ 3-ാമത്തെ ഉപമ ഇതാണ്. ഒരാൾക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 2. ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ഉണ്ട് 2. ഇവിടെ ഗൗരവമായൊരു കണക്ക് നമ്മൾ കാണണം. ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, 1 പോയി. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ്? 100-ൽ 1 പോയി. ദ പെർസെൻറ്റേജ് 1%. ഒരമ്മയ്ക്ക് 10 ദ്രഹ്മ, 1 പോയി. പെർസെൻറ്റേജ് 10. ഒരപ്പന് 2 മക്കൾ, 1 പോയി. എത്ര പെർസെൻറ്റേജ്? 50%. കഥ പുരോഗമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ശതമാനം വരെ നഷ്ടപ്പെടാം? 50% നഷ്ടപ്പെടാം. പക്ഷെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതല്ല സുവിശേഷം, കണ്ടെത്തിയെന്ന് പറയുന്നതാണ് സുവിശേഷം. 50% പോയെന്നല്ല, 100% പിടിച്ചെടുത്തു. ഒരപ്പൻ അവിടെ ഉണ്ടായിരുന്നു, ഒരിടയൻ അവിടെ ഉണ്ടായിരുന്നു, ചൂലെടുത്ത് അടിച്ചു വാരിയ ഒരു അമ്മയുണ്ടായിരുന്നു. തിരിച്ചു വരുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തന. മുഴുവൻ തലമുറകളെയും ദൈവകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് കരമുയർത്തി പത്തനംതിട്ട ജില്ലയിലുള്ള സകല യുവാക്കളെയും യുവതികളെയും ഇന്നിവിടെ ഇരിക്കുന്ന സകല മക്കളെയും അവരുടെ ഇവിടെ വരാത്ത മക്കളെയും സകല മാതാപിതാക്കളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇരുകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ആവോളം ഉയർത്തി പേര് പറഞ്ഞ് സമർപ്പിച്ച് മക്കളെ, കൊച്ചുമക്കളെ, നമ്മുടെ സഹോദര മക്കളെ, നമ്മുടെ സഭയിലുള്ള മറ്റു കുടുംബം, പ്രത്യേകിച്ച് അന്യപ്പെട്ടു പോയി ഇച്ചിരി വഴിതെറ്റി പോയിട്ടുണ്ടെന്ന് തോന്നുന്ന സകലതിനെ, കർത്താവേ എവിടെയോ ഒരു ചുറ്റിക്കളി ഉണ്ട്, ഇച്ചിരി സങ്കടത്തിലാണെന്ന് തോന്നുന്ന സകലതിനെയും യേശുവിൻ്റെ കരത്തിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച് പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ ചില കൂട്ടുകാരെ തകർന്നു എന്ന് പോകും. നിങ്ങൾക്കറിയാം, അവരിങ്ങനെയാണ്, അവർ ലഹരി എടുക്കുന്നുണ്ട്, അവർ ചില ബന്ധത്തില്ല, അത് കുഴപ്പത്തില്ല. അങ്ങനെയുള്ളവരെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് യേശുവേ വിദ്യാഭ്യാസത്തിൽ മരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയാതെ വിദ്യാഭ്യാസ ഭാവി അടഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കട്ടെ. ആത്മീയമായി കൃപാവരങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ അന്യഭാഷ നഷ്ടപ്പെട്ടത്, ആത്മാവിൽ മരിച്ചത് യേശുവിൻ നാമത്തിൽ ജീവിക്കട്ടെ. ഇന്നത്തെ കൺവെൻഷൻ കേൾവിയല്ല, ഇതൊരു പോരാട്ട രാത്രിയാണ്. ഞാൻ പിന്തുടരും, പിടിക്കും, എൻ്റെ കൊള്ള പങ്കിടും, ആശ പൂർത്തീകരിക്കും. എന്നാൽ 112 പറയുന്നു, ദുഷ്ടൻ്റെ ആശ നശിക്കും. സ്വത്രം. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ പൂർത്തീകരിക്കോ. 112 ദുഷ്ടൻ്റെ ആശ നശിക്കോ. എന്നാൽ ഇതാ യഹോവയെ അന്വേഷിക്കുന്നവന്റെ തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ. നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. ഞങ്ങളുടെ മേൽ പകർന്ന അങ്ങയുടെ ആത്മാവും ഞങ്ങളുടെ വായി തന്ന വചനങ്ങൾ ഞങ്ങളുടെ വായിന്നോ സന്തതിയുടെ വായിന്നോ സന്തതിയുടെ വായിന്നോ അറ്റുപോകത്തിലെന്ന് പറഞ്ഞ വചനം യേശുവിൻ നാമത്തിൽ നിന്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന തൈ പോലെ, നിന്റെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തുണ പോലെ നെയ്യപ്പെട്ടണത്തിലെ വിധവയുടെ മകന്റെ മഞ്ചത്തെ തൊട്ടിട്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞ ഭൂമി എന്ന് പറഞ്ഞ ആ ശബ്ദം കരിസ്മ ക്രൂസേഡിൽ മുഴങ്ങട്ടെ. കുടുംബങ്ങളിൽ ഇന്ന് രാത്രി ആ ശബ്ദം മുഴങ്ങട്ടെ. വാശിയോട് പ്രാർത്ഥിച്ച് വിട്ടുകൊടുക്കരുത്.
റിക്ക റഗന അന്തല രത്തന റെക്കന റെക്കന റിക്കന രാജക റേബെ അത്തെ റെക്കെ നീക രഗജ. ആത്മാവിൽ പോരാടിക്ക്. ഒരപ്പനാണ് കൊച്ചിന് വേണ്ടി പോയി കിടന്ന്. സകല പിതാക്കന്മാരും പ്രാർത്ഥിക്കണം. ശകനം ദിഗനം രഗജം രഗനം ശകനം ദിഗനം രഗജം ദഗനം ദാരം ധേരം അത്വരി ശങ്കലക രന്തല റിഗജക രമനക രന്തല റിഗന ധാരം. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. റിക്ക റെക്ക രഗജ രഗന അന്തര ജാനക രന്തല രേജിക രത്തല രാജക റിഗജക രന്ത. പിടിച്ചു പേടിക്കണം, പിടിച്ചു പേടിക്കണം, പിടിച്ചു പേടിക്കണം. ഞാൻ കാണുന്നുണ്ട് അപ്പൻ ആടിനെ പിടിച്ചു മേടിച്ചതുപോലെ. നഷ്ടപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല. മഞ്ചത്തെ തൊടും, കയ്യെ പിടിക്കും, വലിയ കുബിത് പറയും. ധേരം 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 ധേരം. കർത്താവേ ജീവിപ്പിക്കണേ. ഞങ്ങൾ വിശ്വസിക്കുന്നു ബാല മരിച്ചിട്ടില്ല. യേശു കർത്താവ് വന്നപ്പോൾ ആ കുഞ്ഞ് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു കർത്താവ് വന്നപ്പോൾ അവിടെ പറഞ്ഞു, യേശു പറഞ്ഞു ബാല മരിച്ചിട്ടില്ല. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ട്. ബാല മരിച്ചിട്ടില്ല. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചൊന്ന് പറഞ്ഞേ, വീണ്ടെടുക്കാൻ കഴിയാത്തതുപോലെ ഒരു കുഞ്ഞും മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. യേശു വരും. ബാല മരിച്ചിട്ടില്ല. ഉറക്കെ പറ, ഉറക്കെ പറഞ്ഞേ, ബാല മരിച്ചിട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ, ബാല മരിച്ചിട്ടില്ല. ബാല മരിച്ചു പോയെന്ന് പറയുന്നത് സുവിശേഷമല്ല. ഞാൻ ഈ രാത്രി ഇവിടെ നിൽക്കുന്നത് ദുർവർത്തമാനം പരത്താനല്ല, പേടിയുടെ കാര്യം പറയാനല്ല, സുവിശേഷം പറയാനാണ്. സുവിശേഷം പറയുന്നു ബാല മരിച്ചിട്ടില്ല. ഇരു കരങ്ങളെ ശിരസിന്റെ മുകളിൽ ഉയർത്തി വിശ്വസിച്ച് കരങ്ങളെ അടിച്ച് ഉറക്കെ പറ, 10 പ്രാവശ്യം പറ, ബാല മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. യേശു വരും, വരും, വരും. ഒരു തലമുറ എഴുന്നേക്കും. പത്തനംതിട്ട ജില്ലയിൽ ഒരു യുവ സൈന്യം എഴുന്നേക്കും. സ്വത്രം 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 സ്വത്രം. ആ റിക്ക റെക്ക രഗജ രന്ത രഗജെ ദേനെ ദഗഡെ അത്തുരി ജാനം ഷൈഡം ദേനെ. യേശു വരും, യേശു വരും, യേശു വരും, യേശു വരും, യേശു വരും. അത്ഭുതം നടക്കും. മരിച്ചവർ ജീവിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോവേൽ പ്രവചനം നിവൃത്തിയാകും. എന്താണ് യോവേൽ പ്രവചനം പറയുക? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും. ഉറക്കെ പറ, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യോ? പ്രവചിക്കും. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെല്ലാം ഒരിക്കലൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. അവിടെ ഒരു ഭവനത്തെ കാണുകയാണ്.
7 മുതലുള്ള വാക്യങ്ങൾ. പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടെന്ന ഉടുപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. ഇവിടെ ഒരു വീടിനെ കാണുകയാണ്. യേശു പെസഹ ഒരുക്കിയ വീട്. പെസഹ കുഞ്ഞാലിനെ അറക്കുന്ന രാത്രി ആയപ്പോൾ നിങ്ങൾ പോയി പെസഹ കഴിപ്പാൻ ഒരുക്കുവിനെന്ന് പറഞ്ഞു. എവിടെയാണത് ഒരുക്കേണ്ടത്? യേശു പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ നിങ്ങൾക്ക് എതിർപ്പെടും. ചോദിക്കണം. ഗുരു ചോദിക്കുന്നു, പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയും ചോദിക്കും. അവൻ നിനക്ക് എന്ത് കാണിച്ചു തരും? വിരിച്ചൊരുക്കിയോ ഒരു വൻമാളിക. പ്രിയരെ, അവിടെ യേശു പെസഹ ആചരിക്കുകയാണ്. എന്താണത്? ഒരു വീട് ഒരു പ്രാർത്ഥനയ്ക്കായി വിരിച്ചൊരുക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിന് വരാനും ശിഷ്യർക്ക് വരാനും പെസഹ ആചരിക്കാനും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, നമ്മുടെ വീട് വിരിച്ചൊരുക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുള്ള ഒരു വീടാണോ? അവർ കാണിച്ചു തന്നു വിരിച്ചൊരുക്കിയ ഒരു സ്ഥലം. വിരിച്ചൊരുക്കിയ ഒരു സ്ഥലം എന്തിന്? യേശുവിന് വരാൻ, ശിഷ്യർക്ക് വരാൻ, പ്രാർത്ഥന കഴിക്കാൻ വിരിച്ചൊരുക്കിയ ഒരു സ്ഥലം. ഈ രാത്രിയിൽ ആ ചോദ്യം ചോദിക്കുകയാണ്, നമ്മുടെ വീട് യേശുവിന് വേണ്ടി വിരിച്ചൊരുക്കിയിട്ടുണ്ടോ? ഗുരു അന്വേഷിക്കുന്നു. ഗുരു ചോദിക്കുന്നു, എവിടെയാണ് ഞാൻ പെസഹ ആചരിക്കേണ്ടത്? വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. എന്നാൽ മറ്റൊരു വീട് നാം കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 57 മുതലുള്ള തിരുവചനങ്ങളിൽ കയ്യഫാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. യേശു കർത്താവിനെ ഗതസമനയിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം 3 മതകോടതികളിൽ രാത്രി കൊണ്ടുപോയി. 1 ഹന്നാസിൻ്റെ വീട്, 2 കയ്യഫാവിൻ്റെ അരമന വീട്, ബിഷപ്പ് ഹൗസാണ്, മഹാപുരുവിൻ്റെ വീടാണ്, 3-ാമത്തേത് സന്നദ്ധി സംഘം. കയ്യഫാവിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ വച്ച് എന്ത് സംഭവിച്ചുവെന്ന് 67-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അപ്പോൾ അവർ അവന്റെ എന്ത് ചെയ്തു? മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവന്റെ കന്നത്ത് അടിച്ചു. യേശുവിന്റെ കന്നത്തടിച്ച വീട്. യേശുവിനെ മുഷ്ടി കുത്തി അവന്റെ ചെകിട്ടത്തടിച്ച വീട്. അവനെ കന്നത്തടിച്ചു, തുപ്പി, ചുരുട്ടി കുത്തി, കന്നത്തടിച്ചു. നിന്നെ തല്ലിയത് ആരെന്ന് ചോദിച്ചു. ഈ വീട് കയ്യഫാവിന്റെ വീടാണ്. യേശു അടിക്കപ്പെട്ട വീട്. ഇന്നും ചില വീടുകളിൽ യേശു അടിക്കപ്പെടുന്നുണ്ട്. എങ്ങനെ? നമ്മൾ പരസ്പരം പോർ വിളിക്കുമ്പോൾ, അസഭ്യം പറയുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ ആരവിടെ അടിക്കപ്പെടുക? യേശു അടിക്കപ്പെടുകയാണ്. ക്ഷമിക്കണം. രാജപൂവക്കാല പാർഷ എന്നോട് പ്രത്യേകം ക്ഷമിക്കണം. ക്ഷമിക്ക ചോദിച്ചുകൊണ്ട് പറയുക, ഞാൻ പല വിശ്വാസ ഭവനത്തിനും ചെന്ന് കയറുമ്പോൾ സംഭാഷണ മധ്യേ കേൾക്കുന്ന ഒരു വാക്കാണ് എൻ്റെ അമ്മയെ കെട്ടിക്കാനെന്ന്. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ചില തല കുനിച്ചു, പല്ലും പറയുന്നതാ. അമ്മയെ കെട്ടിക്കാനെന്ന് പറഞ്ഞാൽ ആര് ചാകണമെന്ന് അതിൻ്റെ അർത്ഥം. അമ്മയെ കെട്ടിക്കണേ, ആര് ചാകണം? ആലോചിക്കുക അല്ലേ? അപ്പുറത്തെ അച്ചാൻ ചത്ത അമ്മയെ കെട്ടിക്കത്തില്ല. അമ്മയെ കെട്ടിക്കണേ, ആര് ചാകണം? ആ വീട്ടിലെ അച്ചായൻ ചാകണ്ടേ? അങ്ങേര് തന്നെയാ പറയുക, എന്നെ കൊല്ലാൻ. സത്യമല്ലേ? അച്ചായൻ ചാകാതെ അമ്മയെ കെട്ടിക്കാൻ ഒക്കൂ? ഇല്ല. മേലിൽ ആ വാക്ക് പറഞ്ഞേക്കെല്ലാവരും. എന്താ കാര്യം? അച്ചായനെ കൊല്ലാനാ പറയുന്നത്. നമ്മുടെ ഓരോ വാക്കും ചിലപ്പോൾ യേശുവിനെ അടിക്കുക. പരസ്പരം പോർ വിളിക്കുമ്പോൾ യേശു അടിക്കപ്പെടുന്നുണ്ട്. പരസ്പരം ഭാര്യ വീട്ടുകാരെ കുറ്റം പറയുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ, കർത്തദാസൻ, ഞാൻ ഒരിക്കൽ വിദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ട് വന്നു.
തിരുവല്ലയിലല്ല, റാന്നിയിൽ. കുഴപ്പമില്ലല്ലോ, തിരുവല്ലക്കാരുടെ കാര്യമല്ല, എൻ്റെ സഭയിൽ. ഞാൻ വിദേശത്ത് പോയി വന്നപ്പോൾ സന്തോഷത്തോടെ പോയ സഭയുടെ കാര്യങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ചു. പിറ്റേ ദിവസം തിങ്കളാഴ്ച എൻ്റെ ഏറ്റവും പ്രാണപ്രിയ സുഹൃത്തായിരുന്ന RSSൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന എൻ്റെ വാത്സല്യ സഹപാഠി സുഹൃത്ത്, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല. ഞായറാഴ്ച രാവിലെ വേദപുസ്തകമൊക്കെ വായിച്ച് നല്ല പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നടാ? അല്ലാതെ യാത്രാ വിവരണം കൊണ്ട് ഞായറാഴ്ച കയറരുത്. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ പറ്റി? നീ എന്ത് പറ്റി? അല്ലടാ, നിൻ്റെ യോഗം കഴിഞ്ഞാൽ നിൻ്റെ കുറേ വിശ്വാസികൾ എൻ്റെ ഓട്ടോയിലാണ് പോയത്. കയറിയപ്പം തൊട്ട് അവർ പറയുന്നു, അവൻ പോയിട്ട് വന്നിട്ട് അവൻ പോയ വിശേഷം കേൾക്കാനാണോ ഞാൻ പോയെന്ന്. അവൻ വല്ലതും കൊണ്ടുവന്നെങ്കിൽ അവൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയാൽ പോരെ. ഇവരാ ഓട്ടോ ഇരുന്ന് പറയുന്നത് ആര് കേട്ടു? എൻ്റെ RSSകാരൻ സുഹൃത്ത്, എൻ്റെ പ്രാണ സ്നേഹിതൻ. അവൻ എന്നെ ഉപദേശിച്ചു, മേലിൽ പറയരുത്. ഗതികേട് ഓർത്തവനെ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നതെല്ലാം ആർക്കിട്ട് അടിക്കുക? കന്നത്തടിക്കരുത്. നമ്മുടെ വീട് കയ്യപ്പാവിൻ്റെ വീടാകരുത്. പകരം നമ്മുടെ വീട് വിരിച്ചൊരുക്കിയ വന്മാളികയുടെ വീടാകണം. ഏത് വീടാ നമ്മുടെ വീട്? ഏത് വീടാ നമ്മുടെ വീട്? കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിരിച്ചൊരുക്കിയൊരു വീടാണോ യേശുവിന് വരാൻ? അതോ ഉപദേശിയുടെ കുറ്റം പറയുന്ന വീടാണ്? സഹവിശ്വാസികളുടെ കുറ്റം പറയുന്ന വീടാണ്? ഇതെല്ലാം കേൾക്കുന്ന ഒരു തലമുറ നാളെ എന്തായിത്തീരും? അവർക്കിത് താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്ക് ഇന്നത്തെ തലമുറയോട് വലിയൊരു സന്തോഷമുണ്ട്, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എന്നാ കാര്യം എന്നറിയാം? അവർക്ക് ഈ പരദൂഷണം കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ലയോ? ഇല്ല. ആമേൻ പറഞ്ഞ നല്ല പിള്ളേർ, സല്യൂട്ട്. അവർക്ക് ഈ കുഞ്ഞായ്മയും കുശുമ്പും ഇഷ്ടമില്ല. ഉണ്ടോ? ഇല്ല, ഇല്ല. അപ്പുറത്തെ ആളുടെ കുറ്റം പറഞ്ഞ അമ്മ എൻ്റെ പൊന്നമ്മ ഒന്ന് നിർത്താവ, അയ്യ നാണം കേട്ട. അവർക്ക് ഇഷ്ടമില്ല. അതിന് ഞാൻ ഈ തലമുറയ്ക്ക് വാഴ്വ്. സല്യൂട്ട്, സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. എന്താ കാര്യം? അവർക്ക് ഈ കാര്യത്തിൽ ഇഷ്ടമില്ല. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയും. പറയത്തില്ലേ? ഞാനൊരു സഭയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു പയ്യനോട് ചോദിച്ചു, അപ്പോൾ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു നല്ല പ്രസംഗമായിരുന്നു. എന്നോട് ആ പയ്യൻ പറഞ്ഞു, അങ്കിൾ ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ടു ബോറിങ്. ഞാൻ അവനൊരു ഉമ്മ കൊടുത്തു. കാരണം അവൻ സത്യം പറഞ്ഞു. എല്ലാം പറയാനുണ്ടേ മുഖത്ത് നോക്കി പറയണേ. അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് പറയല്ലേ, ചീത്ത വിളിക്കല്ലേ, വേണ്ടാതിനം പറയല്ലേ, യേശുവിനെ അടിക്കുക. നമ്മുടെ വീട് വിരിച്ചൊരുക്കിയൊരു വീട്. യേശു അന്വേഷിക്കുന്നു, എവിടെ വരണ്ടേ? എൻ്റെ വീട്ടിൽ. അങ്ങ് വരാൻ വിരിച്ചൊരുക്കിയൊരു വീട് എൻ്റെ വീട്. വന്നാട്ടെന്ന് പറയുന്ന വീടുകളായി. ഒരിക്കലും യേശു അടിക്കപ്പെടുന്ന വീടാകണ്ട. യേശുവിനെ കന്നത്തടിക്കുന്ന, മുട്ടി ചുരുട്ടി കുത്തുന്ന, അസഭ്യം പറയുന്ന വീടാകണ്ട. പകരം വിരിച്ചൊരുക്കപ്പെട്ടൊരു വീട്. കരമുയർത്തി പ്രാർത്ഥിച്ച് യേശു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞ് ജീവിക്കും, ജീവിക്കും. തലീത കുമി എന്നൊരു വാക്ക് പറയും. അത്ഭുതം നടക്കും. കണക്കുകൾ തെറ്റിയിടത്ത് അത്ഭുതങ്ങൾ നടക്കും. കുനിഞ്ഞു നോക്കി രോഗത്തെ കണ്ടെത്തി, ജ്വരത്തെ ശാസിച്ച് എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിക്കും. അതെ, യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു, കണക്കുകൾ തെറ്റിയിടത്ത് ഞങ്ങളുടെ യേശു വന്നിട്ടുണ്ട്. യേശു വന്നാൽ മേത്തരമായ വീഞ്ഞായിട്ട് മാറും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ യേശു വരണം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് യേശു വരണം. ഈ രാത്രി ഞങ്ങളുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിവാഹമോചനത്തിൻ്റെ ആ ദുഷ്ടാത്മാവേ, കുടുംബങ്ങളെ തകർക്കുന്ന ദുഷ്ട ആരൂപി ശക്തി ഈ ദേശത്തൊന്ന് വിട്ടുപോകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉന്നം വെച്ചിരിക്കുന്ന
അതിനോട് ഞങ്ങൾ സന്ധിയില്ല പോരാട്ടം. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഉന്നം വെച്ച പരസ്പരം പോരടിപ്പിച്ച് കയ്യപ്പാവിൻ്റെ വീടാക്കി വിരിച്ചൊരുക്കപ്പെട്ട വീടുകളെ മെസ്സാക്കാൻ ദുഷ്ടൻ പ്ലാൻ ചെയ്തിരിക്കുന്നിടത്ത് ഇന്ന് രാത്രി ഞങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നു. മേത്തരമായ വീഞ്ഞിൻ്റെ അനുഭവമായി മാറുമല്ലോ. യേശു വന്നാൽ അത് സംഭവിക്കുമല്ലോ. യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കുമല്ലോ. യേശു വന്നാൽ അവസ്ഥ മാറുമല്ലോ. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശു വന്നിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ. യേശു വന്നാൽ അവസ്ഥ മാറും. യേശു വന്നാൽ അത്ഭുതം നടക്കും. അത് ഞങ്ങൾ വിശ്വസിച്ച് സ്തുതിക്കുന്നു. അങ്ങയുടെ കർത്താവേ, ആ അനുഭവങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. കയ്യോഫാവിൻ്റെ വീടാകണ്ട, വിരിച്ചൊരുക്കപ്പെട്ട സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പരസ്പര സഹകരണം കൊണ്ട് വിരിച്ചൊരുക്കപ്പെട്ട യേശു വന്നാൽ ഇരിക്കാൻ പാകത്തിൽ ഒരുക്കപ്പെട്ട വീടുകളായി മാറണം. സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.